Assalamu alaikum. Hi everybody. How are you all? Yeah, it's me, your Farida ma'am. So welcome back to my English class. Okay, and hope you all are doing fine and safe at home. Pray well. It's really the situation is getting worse. സോ ഓൾ ഓഫ് യു പ്ലീസ് പ്രേ വെൽ അല്ലേ, നന്നായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോൾ കോവിഡൊക്കെ കൂടി വരികയാണ്. ആരും തന്നെ വീട്ടിന് പുറത്തിറങ്ങരുത് കേട്ടോ. എപ്പോഴും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ വാഷ് ചെയ്യണം. വീട്ടിലുള്ളവരോടും പറയണം, പാരൻസിനോടും ഒക്കെ പറയണം. എല്ലാം ശ്രദ്ധിക്കുക. എന്നിട്ട് എപ്പോഴും നിസ്കരിക്കുമ്പോഴെല്ലാം നന്നായിട്ട് ദുആ ചെയ്യണം അല്ലേ. എന്താണ്, ആർക്കും ഒരാപത്തും വരുത്തല്ലേ. ഈ കോവിഡിനെ എത്രയും വേഗം ഇവിടുന്ന് മാറ്റി തരണേന്ന് റബ്ബിനോട് എല്ലാവരും ദുആ ചെയ്യണം. കുട്ടികളൊക്കെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കേൾക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ദുആ ചെയ്യണം. ടീച്ചേഴ്സിന് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ വെളിയിലിറങ്ങി വന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അല്ലേ. ഞങ്ങളെല്ലാവരും ബസ്സിലും ഒക്കെ ആയിട്ട് വന്ന് ക്ലാസ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ വീട്ടിൽ ഇരുന്ന് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല രീതിയിൽ ദുആ ചെയ്യണം, മറക്കരുത് കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ ഇനി എന്താ, നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിനും നമുക്കൊരു ദുആ വേണം അല്ലേ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ് വിത്ത് ദുആ ഫോർ നോളേജ്. സോ ഓൾ ഓഫ് യു പ്ലീസ് ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. ربي يسر ولا تؤسر وطمم بالخير وبك نستعين يا فتاه ربي زدني علما ربي زدني علما ربي زدني علما. Okay, so everything is okay, and now I think hope you all of you had the breakfast also. And what about the water? Are you drinking water also? നിങ്ങൾ വെള്ളമൊക്കെ കറക്റ്റായിട്ട് കുടിക്കുന്നുണ്ടല്ലോ അല്ലേ. മിസ് എല്ലാ ദിവസവും ചോദിക്കുന്നില്ല എന്ന് കരുതിയിട്ട് വെള്ളം ഒന്നും കുടിക്കാണ്ടിരിക്കരുത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ, വെള്ളം കുടിച്ചാൽ സുന്ദരിമാരാകും അല്ലേ, ഹെൽത്തി ആകും, ആൻഡ് വിൽ ബി മോർ ബ്യൂട്ടിഫുൾ ഓൾസോ ഇൻഷാ അല്ലാ. സോ ഓൾ ഓഫ് യു please get ready with your books, and now we are having the notes. ഞാൻ ആ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച നോട്ട് ഒരു ക്വസ്റ്റൻ ആൻസർ, ഒറ്റൊരു ക്വസ്റ്റൻ ആൻസർ നിങ്ങളെ പഠിപ്പിച്ചോളൂ. അത് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതെല്ലാവരും പഠിച്ചായിരുന്നോ? എല്ലാവരും ബൈഹാർട്ട് ചെയ്തായിരുന്നോ? പഠിച്ചോ? കാണാണ്ട് പഠിച്ചോ? എളുപ്പമല്ലേ അത്? ചുമ്മാ ഡ്രസ്സിനെ കുറിച്ചിട്ട് മാത്രമല്ലേ ചോദിച്ചത്. അപ്പോൾ അതെന്തായാലും എളുപ്പമായിരിക്കും, എനിക്കറിയാം. അപ്പോൾ ഇനി തരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, കുഞ്ഞു ആൻസേഴ്സ് ആണല്ലേ. കുഞ്ഞു ആൻസേഴ്സ് ആകുമ്പോൾ മിസ് ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് തരും. ഓക്കെ ഇൻഷാ അല്ലാ. സോ നമുക്ക് നോട്ട് എഴുതാനായിട്ട് പോകാം. എല്ലാവരും റെഡി അല്ലേ? മിസ് നോട്ട് എഴുതിയിട്ടെ, എഴുതാം നമുക്ക്. എല്ലാവരും ഓക്കെ ആണല്ലോ? എഴുതിക്കോട്ടെ. ഓക്കെ, ദെൻ ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ എത്രയാണ്? 26. ഓക്കെ, സോ ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് പേജ് നമ്പർ 26 ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ടേക്ക് യുവർ നോട്ട് ബുക്ക്. നമുക്ക് ആ കണ്ടിന്യൂഷൻ ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ബാക്കി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ലെറ്റ്സ് ഹാവ് ദ ക്വസ്റ്റ്യൻ ഓൺ ദ ബോർഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ റാബിറ്റ് ഗോയിങ് ടു ബി ലേറ്റ് ഫോർ? ഓക്കെ, വാട്ട് വാസ് ദ റാബിറ്റ് ഗോയിങ് ടു ബി ലേറ്റ് ഫോർ? എന്തിപ്പോൾ ഇത്ര പെട്ടെന്ന് റാബിറ്റ് ഇങ്ങനെ ഓടിപ്പോവുമായിരുന്നല്ലേ. റാബിറ്റ് ഇങ്ങനെ ഓടിപ്പോകുന്ന കണ്ടു. അപ്പോൾ എന്താ ലേറ്റായി പോയെന്നൊക്കെ പറഞ്ഞ് എങ്ങോട്ട് പോവുമായിരുന്നു? എങ്ങോട്ട് പോവുമായിരുന്നു അറിയാമോ? ഒറ്റ സെൻറ്റൻസേ ഉള്ളൂ ആൻസർ. എന്തെന്നാണ്? നോക്കിക്കോളൂ. സോ ഡിഡ് യു ഫിനിഷ് കോപ്പിങ് ദ ക്വസ്റ്റ്യൻ? നിങ്ങൾ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി മാം ആൻസർ എഴുതാൻ പോവുകയാണ്. ആൻഡ് ബി വെരി കെയർഫുൾ. ഐ എം വെരി സ്ട്രിക്റ്റ് ഇൻ ഹാൻഡ് റൈറ്റിംഗ്. ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ മിസ് നല്ല സ്ട്രിക്റ്റാണ്. മിസ്സിന് നല്ല ദേഷ്യം പിടിക്കും. നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുക. ടച്ച് ദ ലൈൻസ്. ഓക്കെ, ലൈൻസ് ഒക്കെ ടച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ നിങ്ങളിപ്പോൾ 3ാം ക്ലാസ്സിലാണ്, ഓർമ്മ വേണം. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഇറ്റ് വാസ് വാട്ട്? ഗോയിങ്. It was going to visit. It was going to visit the Duchess അല്ലേ? Visit the Duchess. ഓക്കെ, ഇത് വളരെ ഈസി അല്ലേ? ഇത് ചുമ്മാ കിടന്ന് പറയണ്ടല്ലോ മിസ്. യു ഹാവ് ഓൺലി 1 ലൈൻ ടു ബൈ ഹാർട്ട്. ഇറ്റ് വാസ് ഗോയിങ്, അത് പോവുകയായിരുന്നു. എവിടെ? ടു വിസിറ്റ്. വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട്. ആരെ? ദ ഡച്ചസ്. അത്രേ ഉള്ളൂ. ഡച്ചസിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നൗ ഹിയർ കംസ് ദ തേർഡ് ക്വസ്റ്റ്യൻ. സോ മൂവിങ് ഓൺ. വാട്ട് ഡിഡ് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ?
What did the Duchess do when she was angry with people? When she was angry with people. അപ്പോൾ ചോദിക്കാം, ശരി റാബിറ്റ് എവിടെ പോയി എന്ന് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റൻ എന്തായിരുന്നു, എന്താണ് റാബിറ്റിന്റെ ഡ്രസ്സ് എന്തായിരുന്നു? അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രൗൺ കോട്ട് ഉണ്ടായിരുന്നു, ഇറ്റ് ഹാഡ് ലെറ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ്. നിങ്ങളൊന്ന് പറഞ്ഞേ. കൊള്ളാമല്ലോ, ഞാൻ തന്നെ ആൻസർ പറയുന്നു അല്ലേ? ഓക്കെ, നിങ്ങളൊന്ന് ഓർത്ത് പറഞ്ഞേ, എന്തായിരുന്നു റാബിറ്റിന്റെ ഡ്രസ്സ്? ബ്രൗൺ കോട്ട് ഉണ്ടായിരുന്നു. പിന്നെന്താ? ഇറ്റ് ഹാഡ് ലെറ്റേഴ്സ് ഓഫ്, എന്ത് ലെറ്റേഴ്സ് ആയിരുന്നു? ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് അല്ലേ? ഇറ്റ് ഹാഡ് ലെറ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഓൺ ഇറ്റ്. പിന്നെ എന്തെന്നായിരുന്നു? ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആൽഫബറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെയോ യെല്ലോ കളറിലെ വേസ്റ്റ് കോട്ട് അല്ലേ? ഇറ്റ് ഹാഡ് എ യെല്ലോ വേസ്റ്റ് കോട്ട്. പിന്നെന്തെന്നാ? വേസ്റ്റ് കോട്ടും പിന്നെന്താ ആ കോട്ടിനകത്ത് വേറെ എന്തായിരുന്നു? ടൈ. എന്ത് കളറിലെ ടൈ ആയിരുന്നു? ബ്ലൂ നെക്ക് ടൈ അല്ലേ? ബ്ലൂ നെക്ക് ടൈ ഉണ്ടായിരുന്നു. പിന്നെയോ പോക്കറ്റിൽ എന്തെന്നുണ്ടായിരുന്നു? റെഡ് കളറിലെ ഹാൻഡ് കർച്ചീഫ് അല്ലേ? റെഡ് പോക്കറ്റ് ഹാൻഡ് കർച്ചീഫ് ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് പീപ്പിംഗ് ഔട്ട്. അത് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഇറ്റ് വാസ് പീപ്പിംഗ് ഔട്ട് ഓഫ് ദ കോട്ട് പോക്കറ്റ്. ആ കോട്ട് പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ പീപ്പ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെന്താ? ഇറ്റ് വാസ് നൈസ്ലി ഡ്രസ്ഡ്. അത് നല്ല നൈസായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റൻ ആൻസർ കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത് ചോദിച്ചു, ശരി റാബിറ്റ് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു, എവിടെ പോകാനാ? അതായിരുന്നു അവരുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ റാബിറ്റ് ഗോയിങ് ടു ബി ലേറ്റ് ഫോർ? എന്താണ് ഈ താമസിക്കാൻ കാരണം? എവിടെയോ താമസിച്ചു പോയി പോകാനെന്നൊക്കെ പറഞ്ഞല്ലോ, എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഇറ്റ് വാസ് ഗോയിങ് ടു വിസിറ്റ് ദ ഡച്ചസ്. അതെവിടെ പോവുകയായിരുന്നു? ഡച്ചസിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു അല്ലേ? ഇറ്റ് വാസ് ഗോയിങ് ടു വിസിറ്റ് ദ ഡച്ചസ്. ഓക്കെ, ഇറ്റ് വാസ് ഗോയിങ് ടു വിസിറ്റ് ദ ഡച്ചസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? What did the Duchess do when she was angry with people? എന്താ ചോദിച്ചത്? ഡച്ചസ് എന്താണ് ചെയ്യുക അവർക്ക് ദേഷ്യം വരുമ്പോൾ? എങ്ങനെ ദേഷ്യം വരുമ്പോൾ? ആൾക്കാരോട് ദേഷ്യം വരുമ്പോൾ what did the Duchess do when she was angry with people? ആൾക്കാരോട് ദേഷ്യം പിടിക്കുമ്പോൾ എന്താ ചെയ്യാന്ന് നമുക്ക് നോക്കാം. എന്താ ചെയ്യാന്ന്? The Duchess എന്താ ചെയ്യുക? സ്റ്റോറിയിലൊക്കെ മിസ് പഠിപ്പിച്ചതാണ്, ഓർമ്മയുണ്ടാ? The Duchess would get people arrested when she was എന്തെന്നാ? angry with them. When she was angry with them. Okay. അപ്പം എന്തെന്നാണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡിഡ് ദ ഡച്ചസ് ഡു വെൻ ഷി വാസ് ആംഗ്രി വിത്ത് പീപ്പിൾ? ആൾക്കാരോട് ദേഷ്യം പിടിക്കുമ്പോൾ ഡച്ചസ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ആൾക്കാരോട് ദേഷ്യം പിടിക്കുമ്പോൾ ഡച്ചസ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഡച്ചസ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ദ ഡച്ചസ് വുഡ് ഗെറ്റ് പീപ്പിൾ അറസ്റ്റഡ്. ദ ഡച്ചസ് വുഡ് ഗെറ്റ് പീപ്പിൾ അറസ്റ്റഡ്. എന്താണ്? അറസ്റ്റ് ചെയ്യുമായിരുന്നു. എന്താണ് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ? യു ആർ അണ്ടർ അറസ്റ്റ്. അത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താ? ഓക്കെ, തീർന്നു, അയാളുടെ കാര്യം തീർന്നു. എന്താ കാര്യം? അപ്പോഴേ പിടിച്ചു കൊണ്ടുവന്ന് ജയിലിലങ്ങിടും അല്ലേ? അപ്പം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പിന്നെ നമ്മുടെ കൺട്രോളിലായി അല്ലേ? അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെയാണോ അറസ്റ്റ് ചെയ്യുന്നത് ആരാണോ അറസ്റ്റ് ചെയ്യുന്നത് ആ ആളിൻ്റെ കസ്റ്റഡിയിലായി. പിന്നെ നമ്മൾ പറയുന്ന കണക്ക് അവർ കേട്ടോണം. അപ്പോൾ യു ആർ അണ്ടർ എന്ന് വെച്ചിട്ടേ ഇന്ന് വീട്ടിലുമ്മാരോട് ഇരുന്നിട്ട് യു ആർ അണ്ടർ അറസ്റ്റ്, ഇനി മുതൽ ഉമ്മ ഞാൻ പറയുന്നത് കേട്ടാൽ മതി കേട്ടോ എന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. അപ്പോൾ എന്താണ് സംഭവം? യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അറസ്റ്റ് ചെയ്തു അല്ലേ? അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്താ പിന്നെ നമ്മുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടിടും അല്ലേ? So the Duchess would get people arrested when she was angry with them അല്ലേ? അവരോട് ദേഷ്യം പിടിക്കുമ്പോൾ എന്താണ് ചെയ്യുക? The Duchess would get people arrested. ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. പിന്നെയോ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇനി 2 ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൂടെ അങ്ങ് തരട്ടെ, വേണോ?
ഓക്കെ, അപ്പോൾ ആകെ ഇത് 2 കുഞ്ഞു ക്വസ്റ്റൻ ആൻസർ അല്ലേ, അതും കൂടി മിസ് തരട്ടെ. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് എഴുതിയെടുത്തോ. എല്ലാം കൂടി ഒരു ദിവസം പഠിക്കണം എന്നൊന്നുമില്ല കേട്ടോ, കുറേശ്ശെ പഠിച്ചാൽ മതി. കുറേശ്ശെ 3 ടൈംസ് വീതം എഴുതി നോട്ട് അങ്ങ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലേ പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ പഠിച്ചൂടെ. അപ്പോൾ നോട്ട് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അങ്ങ് വെക്കണം. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ദ 4th question and it is why did Alice run after the rabbit? ശരി, ആലീസ് എന്തിനാ റാബിറ്റിന്റെ പിറകെ പോയത്? അതാണ് പിന്നെ അവരുടെ സംശയം. അവർക്ക് സംശയമുള്ളത് കൊണ്ടല്ലേ നമ്മളോട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്. Why did Alice run after the rabbit? ആലീസ് എന്തിന് റാബിറ്റിന്റെ പിറകെ ഓടി? നമുക്ക് നോക്കാം എന്തിനാ ഓടിയത്. ആലീസ്, അപ്പൊ ഉണ്ടോ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് ആൻസർ നോക്കി എഴുതാം. ഓക്കെ, നോക്കിക്കോ, ആൻസർ മിസ് എഴുതാൻ പോവാണ്. ആലീസ് റാൻ ഇല്ലേ, നമ്മൾ പാസ്റ്റ് ടെൻസ് അല്ലേ എഴുതുക. കഥ പറയുമ്പോൾ റണ്ണ് പറഞ്ഞു, അപ്പൊ അതിൽ ആൻസർ എഴുതുമ്പോൾ റാൻ പറയും. ഓക്കെ, സോ ആലിസ് റാൻ ആഫ്റ്റർ the rabbit. എന്തിനാണ്? ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ, എന്തിനാണെന്നറിയാമോ ആലിസ് റാബിറ്റിന്റെ പുറകെ ഓടിയത്? ബിക്കോസ് she wanted to see what would happen to it. കണ്ടോ, സ്നേഹം കൊണ്ടാ അതിന് എന്താണ് സംഭവിക്കാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവന്റെ പുറകെ ഓടിയത് അല്ലേ. ആലീസ് ran after the rabbit because she wanted to see what would happen it. എന്താണ് അതിന് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണാനുള്ള ആകാംക്ഷ കൊണ്ടാണ് എന്ത് ചെയ്തത്? അതിന്റെ പുറകെ ഓടിയത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൂടെ എഴുതണോ? അല്ലേ, വേണ്ടല്ലേ. ഓക്കെ, അപ്പം മിസ് അടുത്ത ക്വസ്റ്റ്യൻ എഴുതുന്നില്ല. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ കേട്ടോ. ആ ക്വസ്റ്റ്യൻ കൂടെ കഴിയുമ്പോഴത്തേനും നമ്മൾ ഫിനിഷ് ചെയ്യും. അപ്പോൾ മിസ് ഇന്ന് എത്ര ക്വസ്റ്റ്യൻ ആൻസർ തന്നത്? 3 ക്വസ്റ്റ്യൻ ആൻസർ തന്നു അല്ലേ. ഓക്കെ, സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ വൺസ് അഗെയിൻ. Why did Alice run after the rabbit? Alice ran after the rabbit. കണ്ടോ, ഇവിടുന്ന് ആലീസ് മുതൽ റാബിറ്റ് വരെ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ആൻസർ കിട്ടും. ഈ റണ്ണ് മാറ്റി അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ റാൻ എന്നങ്ങ് ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കഴിഞ്ഞ കാര്യം പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ആലീസ് റാൻ ആഫ്റ്റർ ദ റാബിറ്റ് ബിക്കോസ്. എന്താ ഇവിടെ ബിക്കോസ് എന്ന് വന്നേ? ഇവിടെ വൈ എന്ന് പറഞ്ഞു ക്വസ്റ്റ്യനിൽ വന്നു അല്ലേ. ക്വസ്റ്റ്യനിൽ വൈ വന്നപ്പോൾ നമ്മൾ ആൻസറിൽ എന്ത് കൊടുത്തു? ബിക്കോസ് കൊടുത്തു അല്ലേ. സോ ബിക്കോസ് she wanted to see what would happen it അല്ലേ. എന്താണ്? she wanted to see, അവൾക്ക് കാണണമായിരുന്നു. എന്ത് കാണണമായിരുന്നു? what would happen it, അതിനെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണണമായിരുന്നു. ഓക്കെ, so I think it's time to wind up the class and this is enough for you for the today's class. So by heart this very well and please take care of yourself. Stay home, stay safe. Assalamu alaikum.